കർണൻ, മഹാഭാരതത്തിലെ ഏറ്റവും സമവാക്യപൂർണവും പ്രചോദനാത്മകവുമായ കഥാപാത്രം. വളരെ ചെറുപ്പത്തിൽ അമ്മ കൈവിടുകയും അറിയപ്പെടാത്ത വംശപരമ്പരയോടെ ജീവിക്കേണ്ടി വരികയും ചെയ്ത ഒരാൾ. എന്നാൽ തന്റെ പിതൃത്വം അറിയാതെ ഒരു സർവശ്രേഷ്ഠ യോദ്ധാവായി വളർന്നത് വെറും സാധാരണ കാര്യമായിരുന്നില്ല. സമൂഹം അവനെ നിരന്തരമായി തളർത്തിയപ്പോൾ പോലും അവൻ തന്റെ കഴിവുകൾ നിലനിർത്തി. ബ്രാഹ്മണനായിട്ടാണ് പരശുരാമനിൽ നിന്ന് ആയുധവിദ്യ അഭ്യസിച്ചത്. കള്ളം പറഞ്ഞതുകൊണ്ടാണ് ശാപം കിട്ടിയത്. തിങ്കളിൽ പോലെ കനിഞ്ഞിരിക്കും അവന്റെ ഗതി. അതൊന്നും വെച്ച് അവൻ മനസ്സുതളരാതെ മുന്നോട്ടുപോയി. കൗരവർക്ക് അന്ധമായി സ്നേഹം നൽകിയതുകൊണ്ട് പലരും കർണനെ വിമർശിച്ചെങ്കിലും അവന്റെ ആത്മവലിയും ധൈര്യവും അയാളെ ഒരേ സമയം ദയയുടെയും ബലത്തെയും രൂപമായി മാറ്റി. അവൻ അറിയാമായിരുന്നു പാണ്ഡവർ തന്റെ സഹോദരന്മാരാണെന്ന്. എന്നിട്ടും ദൂരവ്യാപിയായ കൃതജ്ഞത കൊണ്ട് അവൻ കളരവരുടെ പക്കലായി നിന്നു. നാം ജീവിതത്തിൽ പലപ്പോഴും അർഹതയുള്ളവരാണ് എന്നറിഞ്ഞിട്ടും അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമ്മളെത്തും. അത്തരം സന്ദർഭങ്ങളിൽ കർണനെപ്പോലെ കഠിനാധ്വാനത്തിലൂടെ തന്നെ നമുക്ക് നമ്മുടെ സ്ഥാനം നേടിയെടുക്കാം. ജന്മാവകാശമില്ലാതെ അദ്ദേഹം തന്റെ കഴിവുകളാലാണ് മഹാഭാരതത്തിലെ ഏറ്റവും ശക്തരായ യോദ്ധാക്കളിൽ ഒരാളായത്. ജീവിതം എപ്പോഴും നീതിയാടെ നീങ്ങില്ല. ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ച അപര്യാപ്തതകൾ നമുക്ക് ആശങ്കപ്പെടുത്തും. പക്ഷേ കർണന്റെ കഥ നമ്മോട് പറയുന്നു, നീ എവിടെ നിന്ന് ആരംഭിച്ചെന്നല്ല പ്രധാനമാകുന്നത്, നീ എങ്ങനെ അവസാനിപ്പിക്കുന്നു അതാണ് പ്രധാനമാകുന്നത്. അതുകൊണ്ട് നീ ഇനിയും തോറ്റതാണെന്ന് തോന്നുന്നിടത്തോളം കഠിനാധ്വാനം ചെയ്യൂ. അതിനുശേഷം കർണനെപ്പോലെ വാനോളം ഉയരുക. ഒരിക്കലും നമ്മുടെ കഴിവ് വിശ്വസിക്കാൻ മടിക്കരുത്.